രുചി കിച്ചണിൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്റ്റാർട്ടറാണ്. സാധാരണ പാർട്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാർട്ടറാണിത്. കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നൊന്ന് കാണാം. ആദ്യം തന്നെ നമുക്കൊരു ബാറ്ററാണ് ഇവിടെ റെഡിയാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് കട്ടിയായി തന്നെ ഒന്ന് കലക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താണ് ഈ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. നല്ല കട്ടിയായി തന്നെ വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ. ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള, ഇത് 3 സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഇതും ഒന്ന് പകുതി വെന്ത ശേഷം സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് പനീറോ മഷ്റൂമോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുള്ളതൊരു മീഡിയം ഫ്ലെയിമിലാണ്. അതിൽ വെച്ച് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ആദ്യത്തെ ബാച്ച് മുഴുവൻ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുഴുവനായി ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മാത്രമേ ഇത് നന്നായി തന്നെ ഒന്ന് ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യം ഫ്രൈ ചെയ്ത വെജിറ്റബിൾസ് മുഴുവൻ ഒന്നുകൂടി അതേ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം വേണം നമുക്കിത് ഒരു സ്റ്റാർട്ടറാക്കി മാറ്റിയെടുക്കാൻ. ഇനി ചെയ്യേണ്ടത്, വേറൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സോസ് ഷെസ്വാൻ സോസാണ്. അതിവിടെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, പിന്നെ ചേർത്തിട്ടുള്ളത് ഒരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. ഈ 4 സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ. ഇതിൽ കോൺഫ്ലവർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെജിറ്റബിൾസ് നേരിട്ട് തന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി തന്നെ സോസ് ഇതിലൊന്ന് പുരണ്ട് വരുന്നത് വരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് നല്ലൊരു ക്രിസ്പി വെജ് ഇവിടെ റെഡിയായി കിട്ടും. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സ്റ്റാർട്ടറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തൊരു റെസിപ്പിയായി അടുത്തൊരു വീഡിയോയിലേക്ക് കൂടി കാണാം.